വെൽക്കം ബാക്ക്. പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞാനൊരു നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയിലേക്ക് കടന്നാലോ? ആദ്യം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കാം. എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കറി വെക്കാം. ഇത് നമുക്ക് പൊരിക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. വലിയ പീസാണ് ഉപയോഗിക്കൽ. ഇന്ന് ഞാൻ ഇപ്പോൾ ചെറുതെടുത്തത്. അപ്പോൾ ചെറിയ പീസാക്കിയിട്ടുണ്ട്. പൊരിച്ച് കറിയും വെക്കാം, പിന്നെ നെയ്ച്ചോറുണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചിക്കനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. അതായത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, തക്കാളി, മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ചിക്കനിട്ട് നന്നായിട്ട് ഇളക്കി, കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ജോയിൻ്റാക്കി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 2 വിസിൽ അടിക്കുന്നവരെ വേവിച്ചെടുക്കാം. എന്നിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങ അരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറിന് എങ്ങനെ ഉണ്ടാകും നോക്കാം. അപ്പോൾ തേങ്ങ, വലിയ ജീരകം, ചെറിയുള്ളി ഇത് നന്നായിട്ട് അരച്ചെടുത്ത് നമുക്ക് ചിക്കനിലേക്ക് ഇടാം. അപ്പോൾ അരച്ചെടുത്ത് വരാം, നോക്കാം. നമ്മൾ ചിക്കൻ കറി ആയിട്ടുണ്ട്. നമുക്ക് തേങ്ങ ആക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ച് തേങ്ങ അതിലിട്ട് കൊടുക്കാം. തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് തിളച്ചതിന് ശേഷം നമുക്ക് കടുക് വറുത്തിടാം. ചിക്കൻ പൊരിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അതും പൊരിക്കാം. ഇതാ കടുക് വറുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് മൂത്ത് വന്നിട്ട് ശേഷം നല്ല ചെറിയ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് നമുക്ക് നമ്മൾ ചിക്കനിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോഴത്തേക്ക് റെഡിയാവും. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ കറി ഞാൻ ഉണ്ടാക്കുന്നത്. കഴിച്ച് നോക്കിയിട്ട് പറയാൻ എന്താവുമെന്ന്. ഓക്കെ, കറി ഇത് അടിപൊളി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിച്ച് നോക്കാം. ചോറ് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ ക്യാരറ്റ്, സവാള. ഇതിൽ വേറെ എന്തൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ആട്ടിക്കുട്ടി നെയ്ച്ചോറായതുകൊണ്ട് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നോക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു. നല്ല രസമല്ലേ ക്യാരറ്റ് ഇങ്ങനെ കാണാൻ. അയ്യോ എൻ്റെ ക്യാമറ. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി കഴുകി വെച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കാം. പിന്നെ അരി ഇട്ടിട്ടുണ്ട്. അരി എല്ലാം കൂടെ തന്നെ താക്കിയിട്ട് ഇളക്കി വെച്ച് ഒറ്റ വിസിൽ മതി കേട്ടോ. നോക്കാം. ഓക്കെ, ആ ചട്ടിയിലേക്ക് നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ളത് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയതാണ്. അപ്പോൾ അതവിടെ തന്നെ റെഡിയാക്കാം. ഇനി ചോറ് വെച്ചിട്ടില്ല, ചോറ് വെക്കാം. നെയ്ച്ചോറുണ്ടാക്കാം. അപ്പോൾ പപ്പടം കൂടെ പൊരിക്കാം. ഇതാ പിന്നെ കണ്ടോ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. നമ്മളതാ നെയ്ച്ചോറ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. പപ്പടം പൊരിക്കാം. തിരിച്ചിട്ടെടുക്കാം. പപ്പടം പൊരിക്കാൻ എനിക്കറിയത്തില്ല. പപ്പടം നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളി ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. ഇതിലേക്ക് തട്ടിക്കൊടുക്കാം.
ചോറ് വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം, എടുക്കാം. നെയ്ച്ചോറ്, ചിക്കൻ പൊരിച്ചത്, പപ്പടം, നമ്മളെ സൂപ്പർ താരം തേങ്ങ അരച്ച ചിക്കൻ കറി. അപ്പം ഇന്നത്തെ ലഞ്ചിന് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കുന്നു. നോമ്പ് തുറന്നതിന് ശേഷം മാത്രമേ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. നോയമ്പായതുകൊണ്ട് നമ്മൾ നോയമ്പുകാരെ കൊതിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം മാത്രമായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഇതാണ് നമ്മളത്തെ ഇന്നത്തെ ലഞ്ച്. തേങ്ങ അരച്ച ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പപ്പടവും. അപ്പോൾ കഴിച്ചാലോ? ഓക്കെ, സൂപ്പറാ. അപ്പം കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു. സൺഡേ സ്പെഷ്യൽ ഞങ്ങളുടേത് ഇതായിരുന്നു. അപ്പോൾ ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. ഇന്നും മഴ, നല്ല മഴയാണ്.